ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഫ്രാൻസിലെ ആദ്യത്തെ അൺലോഡിങ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത സ്ഥലത്ത് ഇറക്കാനുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 540 കിലോമീറ്റർ അകലെയാണ്. സാധിക്കുമെങ്കിൽ അതും ഇന്ന് തന്നെ ചെയ്യണം. പുള്ളിക്കാരൻ പുല്ലല്ലല്ലോ. En 400 metros, gira a la izquierda en Rue de la Loire, después gira a la izquierda por la primera calle. എന്തോ കാര്യമായിട്ടുള്ള സംഭവമൊക്കെ പുള്ളി എടുത്തോണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ആലക്കുളത്തെ സ്ഥലത്തേക്ക് എത്തി. അവിടെ സാധനങ്ങൾ വെച്ച കാരണം കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അറ്റം വരെ എങ്ങനെ പോണതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ലോഡിങ് കഴിഞ്ഞു. ഇനി ഇപ്പോൾ സമയം വന്നിട്ട് 10:57, 11 മണിയായി. എങ്ങനെ വരുന്നാലും വൈകിട്ടാവും. അവിടെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇറക്കാൻ പറ്റില്ലെങ്കിൽ അടുത്ത കാര്യം. പിന്നെ എന്തായാലും നമുക്കൊരു 3 മണിക്കൂർ കഴിയുമ്പോൾ 3 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വണ്ടി നിർത്തേണ്ടി വരും. En la señal de stop, gira a la izquierda. 7-ാം തീയതി. ഇന്നിപ്പോൾ എത്രാം തീയതിയാണോ? ഇന്ന് വന്നിട്ട് 6-ാം തീയതി. 7-ാം തീയതി ആ വഴിക്ക് പോകാൻ പാടില്ല. എല്ലാവർക്കും പോകണ്ടാവട്ടാ. അവിടെ ഒന്ന് ചവിട്ടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ഒതുക്കി കളയാ. അപ്പം എന്തിനാന്ന് വെച്ചാൽ കണ്ണടച്ച് വണ്ടി ഇടുക. Sal de la rotonda por la cuarta salida. കാര് കാലത്ത് തന്നെ നടക്കാൻ ഇറങ്ങണം. അവിടെ ഏതോ സ്ഥലത്തിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. 7-ാം തീയതി വരെ പോകാൻ പാടില്ല, ട്രക്കുകൾക്ക് പോകാൻ പാടില്ല ഇതിലെന്നും പറഞ്ഞത്. എന്തിട്ടൊക്കെയാണ് നമുക്ക് പോയി നോക്കാല്ലേ, തിരിച്ചു വരാം. അത്ര തന്നെ. Sal de la rotonda por la cuarta salida por la de 762. ട്രക്കുകൾ രണ്ടാമത്തെ വഴിക്ക് നേരെ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇടത്തോട്ട് പോകണം. ഈ ചില ഗ്രാമങ്ങളിൽ ചെന്ന് കയറി കഴിയുമ്പോൾ കുഴപ്പമില്ല. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂക്കളമായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ, ഇപ്പം നമ്മൾ പോയില്ലേ, ചെറിയ ചിലതെന്നൊക്കെ പറഞ്ഞാൽ അതിലും ചെറിയ ഗ്രാമങ്ങളാണ്. ഒരു കാറ് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പം എന്നിട്ട് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് പോകുമ്പോൾ പല സ്ഥലത്തും ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും സൗത്ത് ലിവേഴ്സൺ എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ കറക്കാണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ എന്ന്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൊണ്ട് കയറാൻ പറ്റില്ലെന്ന്. അത് കുറച്ച് വഴികൾ വന്നു കഴിയുമ്പോൾ ആൾക്കാരെ നോട്ടൊക്കെ കണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് ചോദിക്കും.
അപ്പോഴാണ് ചിലവർ ഡിപ്പെൻസ് ആണുങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ പറയും ഇത് പോവില്ല, ഈ വണ്ടി പോവില്ലെന്ന്. അതേ സമയത്ത് നമ്മൾ വല്ല അമ്മച്ചിമാരുടെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും ട്രക്ക് ട്രെയിലർ ട്രക്കുകളൊക്കെ പോണതാന്ന് പറയും. ട്രക്കൊന്നും ഉദ്ദേശിക്കുന്നത് അവർ ഈ വസൂര വണ്ടീനെ വേസ്റ്റ് എടുക്കാൻ അവനെ വണ്ടിയിൽ അവരതിനുദ്ദേശിച്ചിട്ട് ഈ പറയണേ. പക്ഷെ അതിലൂടെ ഈ വണ്ടി കയറില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതുവരെയായിട്ടും മറ്റേ ഇത് വെച്ച് വലിക്കേണ്ടി വന്നല്ലേ. കമ്പനിയിലെ കുറേ വണ്ടികൾക്ക് ട്രാക്ടർ വെച്ച് തിരിച്ച് വലിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം നമുക്കിനി 1-2 ഗ്രാമങ്ങൾ കവർ ചെയ്തിട്ട് വീണ്ടും ഹൈവേയിലേക്ക് കയറണം. സൈക്കിളുകാർ ഇന്ന് അത്യാവശ്യം അവിടെ ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ തന്നെ കുറച്ച് നേരത്തെ വന്ന റൂട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ റൂട്ട് മാറിയിട്ട് വേറെ വഴി കൂടെ പോകണം. ഇതുപോലത്തെ വണ്ടി കിടക്കണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് വണ്ടിയാണോ ചെക്കിങ്ങിന് കിടക്കണോ എന്നുള്ളത് അറിയില്ല. കാരണം പണി വന്നത് നമുക്കായിരിക്കും. ഇവിടെ 80 കിലോമീറ്റർ സ്പീഡാണ് ഇതിൽ കാണിക്കണേ. പക്ഷെ അറിയില്ല. ഇവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം. എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട് ഇവരുടെ സംഭവം. ഒതുങ്ങി അങ്ങനെ ആ ചെറിയ ഗ്രാമവും നമ്മുടെ കഴിഞ്ഞു. നമുക്കിവിടെ നിന്ന് വീണ്ടും ക്രോസ് ചെയ്യണം. അവിടെയും ഒരു മഞ്ഞ ബോർഡ് കയറ്റി വെച്ചിട്ടുണ്ട്. 7-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെ റൂട്ട് ബറേന. ഓക്കെ, ഇതിന്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും മാപ്പുകളിൽ കാണിക്കില്ല. അവരതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ കാണിക്കും. പക്ഷെ എന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ വന്നിട്ട് കാണിക്കില്ല. കാരണം മൊബൈലിൽ എൻ്റെ ആപ്ലിക്കേഷൻ കിടക്കുന്നത് കാറിൻ്റെ. അപ്പം എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. ട്രെയിലർക്ക് മാത്രമേ ഉള്ളൂ, ട്രക്കുകൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് കുഴപ്പം. Sal de la rotonda por la segunda salida por Place del Hotel de Ville.
ഇവിടെ നിന്നും വലത്തോട്ട്. Sal de la rotonda por la primera salida por Place de l'Hôtel de Ville. പുള്ളി നിന്ന് പാട്ടൊക്കെ പാടിയിട്ട് വരുള്ളൂ. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ Sal de നമ്മൾ la കയറി rotonda പോരാം. por la segunda salida por Rille en Robert. നമുക്ക് ഇവിടെ നിന്നും വലത്തോട്ട്. വല്യമ്മ ഡോറടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയിരുന്നു. വല്യമ്മ ഒച്ചൊന്നും ഇല്ലാണ്ടിരിക്കാണ് പാവം. നമുക്ക് തിരിച്ചു ഇറങ്ങി പോവാം, അതായിരിക്കും നല്ലത്. Sal de la rotonda por la segunda salida por Rille en Robert. ഇതാണ് ഇവിടുത്തെ റൗണ്ട്. കാറുകളാന്ന് വെച്ചാൽ റൗണ്ട് ചെയ്യാം. വലിയ വണ്ടികൾക്ക് റൗണ്ട് ചെയ്യാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നൈസായിട്ടിട്ടാണ്. La Roche. Sal de la Ahí rotonda viene, por la Giovanni, tercera salida por Avenue La Font de la Deva. ഇതിൽ ഇപ്പുറത്തെ വഴിയാണ് പറഞ്ഞാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്തെ റൂട്ട് കയറി പോവാം. ഇതെന്തിനാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ ഈ വഴിക്ക് കയറി പോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാന്ന് വെച്ചാൽ ഇതിലങ്ങോട്ട് പോവാം, അതാണ് നല്ലത്. നടത്തക്കാരുടെ പരിപാടിയാണെന്ന്, വെറുതെ അല്ല, എല്ലാം ബ്ലോക്ക് ചെയ്താണ് ഞാൻ. Sal de la rotonda por la primera salida por Avenue La Font de la Deva. അവരിപ്പം നടത്തക്കാർ ഇപ്പുറത്തെ വഴിക്ക് തന്നെയെന്നുണ്ടെങ്കിൽ ഇവിടെയും ബ്ലോക്കിംഗ് ഉണ്ടാവില്ല. ഇതെന്തിട്ടാണോ സംഭവം അറിയില്ല. ഇതിലെ ട്രക്കുകൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞാൽ അടിപൊളി. Sal de la rotonda por la primera salida. എൻ്റെ ദൈവമേ, ഇതെന്തിട്ടാണോ നമ്മളിപ്പോൾ എവിടേക്കാണ് പോണേന്ന് എനിക്കൊരു പെടുത്തില്ല കേട്ടോ. ഇതിൽ ബാക്ക് ഭാഗം വന്നിട്ട് ഇപ്പുറത്തിരിപ്പുണ്ട്. ഇതെല്ലാവരും നടത്തക്കാരാന്ന് തോന്നുന്നു. നടത്തക്കാരുണ്ട്, ഓട്ടക്കാരുണ്ട്. Sal de la rotonda por la primera salida por la D751. അപ്പോൾ ഇന്ന് നടത്ത ദിവസമായിരിക്കും. ഇവിടെ ആൾക്കാർ നടക്കാൻ പോലെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 1/2 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഇവരെ നടത്തം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവർ 1/2 കിലോമീറ്റർ കാർ കൊണ്ടുവരും, എന്നിട്ട് ഇവർ നടക്കും. En 5 kilómetros. അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. a la D54. പിന്നെ പ്രത്യേകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ 1/2 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ട് അവിടെ പാർക്കിംഗ് ഇല്ലെങ്കിൽ ഇവർ 1 കിലോമീറ്റർ അകലെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നടന്നു വന്നിട്ട് ഈ പരിപാടി എടുക്കും. എന്നിട്ട് ഇതുപോലെ തന്നെ തിരിച്ചു വന്നിട്ട് ഈ 1 കിലോമീറ്റർ നടന്നു പോയി വണ്ടി എടുത്തിട്ട് തിരിച്ച് 1/2 കിലോമീറ്റർ വീട്ടിലോട്ട് പോകും. ചില കാര്യങ്ങളൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, ഭയങ്കര എഡ്യൂക്കേഷനാണ്. അത് 4.1 മുകളിലുള്ള ഒരു സാധനം ആ വഴിക്ക് പോവില്ല. അടിപൊളി. നമ്മൾ മിക്കവാറും പാട്ടും പാടി തിരിച്ചു വരേണ്ടി വന്ന് തോന്നുന്നു കണ്ടിട്ട്. റൗണ്ട് ഓട്ടോ ഉണ്ടായാൽ മതിയായിരുന്നു. ഇത് പണിയാവുമോ എന്നൊരു സംശയമില്ലാതില്ല. അവിടെ നിന്ന് 21 കിലോമീറ്റർ കണ്ടുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ വന്ന റൂട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ.
മര്യാദയ്ക്ക് അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഹൈവേയിലേക്ക് അതിലൊക്കെ കയറാം. അപ്പോൾ കുറച്ച് കിലോമീറ്ററൊക്കെ ചെയ്യാലോ. ഇല്ല, ഇതിലെ ട്രക്ക് പോകും. ട്രക്കുകൾക്ക് 50 സ്പീഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇതിലെ ട്രക്ക് പോകുന്നതാണ്. ഈ പാലത്തിൻ്റെ അവിടെ കൊണ്ടാണ് എഴുതി വെച്ചത് 4.1. ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ നമ്മൾ വരുള്ളൂ. ചിലപ്പോൾ ഇനി വരില്ല എന്നും വരും. ഇപ്പം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളൊക്കെ കാണാനൊരു രസം. ട്രക്കുകൾക്ക് ഇവിടെ നിന്ന് 70. ഞാൻ വിചാരിച്ചത് സ്റ്റാച്ചു ആണ്. ഇനി ഒരു 2.6 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് വണ്ടി D54ലേക്ക് കയറണം. അറിയില്ല റൂട്ട് എങ്ങനെ ഇരിക്കണേന്ന്. ഇതെന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ വെച്ചേക്കണ ഇതില്ലേ പ്ലാറ്റ്ഫോംസ്, ആ സാധനത്തിന് കുറേ വളവൊക്കെ വരുമ്പോഴേക്കും അത് ഇളകുന്നേ. അതാണ് കുഴപ്പം. നമ്മളിപ്പോൾ ഏതൊരു കുന്നിൻ ചെരുവിലേക്കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാറുകാരൊക്കെ വന്ന് കയറി പറഞ്ഞത് ഇപ്പുറത്തെ വഴി ഇവിടെ. En 1,5 kilómetros, gira a la derecha en la D54. ശ്രദ്ധ മാറാൻ പറ്റില്ലെന്നേ, വളവുകളായതുകൊണ്ട്. യെസ്, ഹൈവേയിലേക്കുള്ള സംഭവം കാണിക്കുന്നുണ്ട്. അതെന്തായാലും നന്നായി. 87 ഇവിടുന്ന് 10 കിലോമീറ്ററാണ്. ഈ വഴിനൊക്കെ സംബന്ധിച്ച് അത് കുറച്ച് കൂടുതലാണ്. ഈ അവധി ദിവസമായതുകൊണ്ടേ സൈക്കിളും കൊണ്ട് ഇവന്മാര് ചെറിയ വഴി കൂടെ വരുമ്പോൾ നമുക്കാണ് പണി. Gira a la derecha en la D54. ഓട്ടോയായിട്ടാണ് വണ്ടി.
പോട്ടെ അങ്ങട്, അങ്ങോട്ട് പോട്ടെ അങ്ങട്. Sigue por la de 54. അപ്പോൾ ഇവിടുന്ന് ഇനിയൊരു 8 കിലോമീറ്ററും കൂടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാവധാനം ഹൈവേ കയറാം. നൈസായിട്ട് ഒരു 2 മണിക്കൂർ ഓടിക്കുക, വണ്ടി ഒന്ന് ഒതുക്കുക, ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുക്കുക, എന്തെങ്കിലും കഴിക്കുക, എന്നിട്ട് നൈസായിട്ട് വീണ്ടും യാത്ര. ഇവിടെ 80 സ്പീഡ് ലിമിറ്റ്. നടക്കാര് പോണു. തരിശായ ഭൂമികളും ചെറിയ ചെറിയ സംഭവങ്ങളും, വീടുകൾ, ചെറിയ കമ്പനികൾ, കാസൽ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ. അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഹൈവേയിലേക്ക് കയറും. ഇത് വന്നിട്ട് സ്പീഡ് ലിമിറ്റ് 70. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുള്ള സമയങ്ങളിലൊക്കെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. വളഞ്ഞ വഴിക്ക് നമുക്ക് ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് എന്തെങ്കിലും തരത്തിലൊരു വണ്ടി റോഡ് സൈഡിൽ അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ അപ്പം തട്ടും. ബ്രേക്ക് ഓടിയിട്ട് കാര്യമില്ല, കിട്ടില്ല. ചെറിയൊരു ഗ്രാമമാണ് അത്. അതും കഴിഞ്ഞു. റോഡ് വലിയ കുഴപ്പമില്ല.
ഞാൻ ഈ റൂട്ട് എടുക്കാൻ കാരണം എന്നിട്ടാന്ന് വെച്ചാൽ നമ്മൾ വന്ന റൂട്ട് മാറി ഇതെടുക്കാൻ കാരണം എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കുറവ് കിലോമീറ്ററാണ് ഹൈവേയിൽ കയറാൻ എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ രണ്ടും ഏകദേശം സെയിമൊക്കെ തന്നെയാണ്. Sal de la rotonda por la tercera salida. ഒരു 1.25 കിലോമീറ്റർ. ഇവിടെ നിന്നും വലത്തോട്ട് ട്രക്കുകൾക്ക് കയറാൻ പാടില്ല. ഇതാണ് ഈ പറഞ്ഞ ഹൈവേ. Sal de la rotonda por la tercera salida por la de 160. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറാറായി. എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. നമുക്കിപ്പോൾ അവിടെ വണ്ടി നിർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസായിട്ട് ഒരു കാപ്പി ഇട്ടിട്ട് ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. Sal de la rotonda por la segunda salida por la de 160. നൈസായിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഓരോ പാട്ടൊക്കെ കേട്ടിട്ട്. അപ്പോൾ കൂട്ടുകാരെ, എന്തായാലും ഒത്തിരി സന്തോഷം, സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദി. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.